കേരള രാഷ്ട്രീയത്തിന്റെ ഹൃദയമിടിപ്പായ പുതുപ്പള്ളിയിൽ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും വോട്ടർ പട്ടികയിലെ അപാകതകളെയും കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പൊതുതെരഞ്ഞെടുപ്പിനെ നേരിട്ട ചാണ്ടി ഉമ്മൻ വോട്ടെടുപ്പിന് ശേഷം നടത്തിയ പ്രതികരണങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. പുതുപ്പള്ളിയിൽ UDFന്റെ ആധിപത്യത്തിന് ഇളക്കം തട്ടിയിട്ടില്ലെന്നും ഭൂരിപക്ഷം കുറയില്ലെന്നുമാണ് ചാണ്ടി ഉമ്മന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ SIR അഥവാ വോട്ടർമാരെ തിരഞ്ഞുപിടിച്ച് ഒഴിവാക്കുന്ന രീതി വലിയ തോതിൽ ബാധിച്ചുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ജനാധിപത്യപരമായ ഒരു തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയുടെ സുതാര്യത എത്രത്തോളം പ്രധാനമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അർഹരായ ഓരോ പൗരനെയും വോട്ടർ പട്ടികയിൽ ചേർക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻകൈ എടുക്കേണ്ടത്. എന്നാൽ ഇതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് മണ്ഡലത്തിൽ സംഭവിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. പുതുപ്പള്ളി മണ്ഡലത്തിൽ മാത്രം ഏകദേശം 10,000-ഓളം വോട്ടർമാർ കുറഞ്ഞുവെന്ന ചാണ്ടി ഉമ്മന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. ഒരു മണ്ഡലത്തിലെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ ഈ സംഖ്യ മതിയെന്നിരിക്കെ വോട്ടർ പട്ടികയിൽ വന്ന ഈ കുറവ് ആസൂത്രിതമാണോ എന്ന സംശയം UDF കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട്. വോട്ടർമാരെ ചേർക്കുന്നതിനേക്കാൾ നീക്കം ചെയ്യുന്നതിലാണ് അധികൃതർ താൽപര്യം കാണിച്ചതെന്ന ആക്ഷേപം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായേക്കാം. വോട്ടവകാശം നിഷേധിക്കപ്പെട്ട വോട്ടർമാരുടെ എണ്ണം ഇത്രത്തോളം ഉയർന്നത് തിരഞ്ഞെടുപ്പിന്റെ വിശ്വസ്തതയെ ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്വന്തം മണ്ഡലത്തിലെ തിരക്കുകൾക്കിടയിലും UDFന്റെ വിജയത്തിനായി കേരളത്തിൽ ഉടനീളം മൂടി നടക്കാൻ ചാണ്ടി ഉമ്മൻ തയ്യാറായി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 30 മണ്ഡലങ്ങളിലാണ് അദ്ദേഹം പ്രചാരണത്തിനായി എത്തിയത്. ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിനോടുള്ള ജനങ്ങളുടെ വൈകാരികമായ അടുപ്പം വോട്ടാക്കി മാറ്റാൻ ചാണ്ടി ഉമ്മന്റെ സാന്നിധ്യം UDFന് വലിയ കരുത്തായി മാറി. യുവാക്കൾക്കിടയിലും സാധാരണക്കാർക്കിടയിലും ചാണ്ടി ഉമ്മനുള്ള സ്വീകാര്യത മറ്റിടങ്ങളിലും പ്രതിഫലിച്ചുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. തന്റെ പിതാവ് കാണിച്ചു തന്ന ജനസമ്പർക്കത്തിന്റെ പാതയിലൂടെയാണ് താൻ സഞ്ചരിക്കുന്നതെന്ന് അദ്ദേഹം ഓരോ പ്രചാരണ വേദിയിലും തെളിയിച്ചു. ചാണ്ടി ഉമ്മന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ശ്രദ്ധേയമായ ഒന്നാണ് അദ്ദേഹത്തിന്റെ സൈക്കിൾ യാത്രകൾ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും തന്റെ ശൈലിയിൽ മാറ്റമുണ്ടാകില്ലെന്നും സൈക്കിൾ യാത്ര തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ആഡംബരങ്ങളില്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് താൻ ആഗ്രഹിക്കുന്നത്. സൈക്കിൾ യാത്രയിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും സാധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഒരു ജനപ്രതിനിധി എപ്പോഴും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകണമെന്ന ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ദർശനത്തിന്റെ തുടർച്ചയാണിത്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ എത്ര വോട്ടുകൾക്ക് വിജയിക്കും എന്നതിലുപരി കേരളത്തിലുടനീളം UDF തരംഗം ഉണ്ടാകുമോ എന്നതാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഭരണവിരുദ്ധ വികാരവും വികസന മുരടിപ്പും ജനങ്ങൾ വോട്ടിലൂടെ പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കരുതുന്നു. വോട്ടർ പട്ടികയിൽ നിന്നും വോട്ടുകൾ നീക്കം ചെയ്തിട്ടും പുതുപ്പള്ളിയിലെ ജനങ്ങൾ തനിക്ക് വലിയ ഭൂരിപക്ഷം നൽകുമെന്ന ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. ചാണ്ടി ഉമ്മന്റെ ഈ പ്രതികരണങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ വിശകലനങ്ങളിൽ നിർണായകമാണ്. വോട്ടർ പട്ടികയിലെ അപാകതകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് വരും തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജനങ്ങൾക്കിടയിൽ സജീവമായിരിക്കുന്ന ഒരു നേതാവെന്ന നിലയിൽ വോട്ടെണ്ണൽ ദിനത്തിൽ പുതുപ്പള്ളിയിലെ ജനവിധി ചാണ്ടി ഉമ്മന്റെയും UDFന്റെയും പോരാട്ടങ്ങൾക്ക് പുതിയ ഊർജ്ജം നൽകുമോ എന്ന് കാത്തിരുന്നു കാണാം. ഏതായാലും വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇടയിലും തന്റെ കർമ്മപഥത്തിൽ ഉറച്ചു നിൽക്കുമെന്ന ചാണ്ടി ഉമ്മന്റെ പ്രഖ്യാപനം കോൺഗ്രസ് അണികൾക്ക് വലിയ ആവേശം നൽകുന്നതാണ്. വോട്ടെണ്ണൽ കഴിയുന്നതോടെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ ആർക്കൊപ്പമാണ് നിന്നതെന്നും വ്യക്തമാകും. അതുവരെ ഈ വിശകലനങ്ങളും ചർച്ചകളും കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിലനിൽക്കും.